ഞാനിന്നേ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ പരിപ്പ്, 1/4 കിലോ ഉഴുന്ന്, കുറച്ച് മുളക്, വറ്റൽ മുളക് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൂടുതൽ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും സന്തോഷം എനിക്കുള്ള എന്തെന്ന് പറഞ്ഞാൽ, ഒരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഫുഡിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ചമ്മന്തിപ്പൊടിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് ഇഞ്ചിക്കറിക്ക് എനിക്ക് ഓർഡർ കിട്ടി, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കിട്ടി, 2 കിട്ടി, അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് എനിക്കിന്ന് ഒരു ഓർഡർ കിട്ടി. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെയ്തു കൊടുത്ത് കാശിനെക്കാട്ടിയും പ്രധാനം നമ്മളുണ്ടാക്കുന്ന ഒരു സാധനം കണ്ടിട്ട് അത് വേണം എന്ന് പറഞ്ഞ് ആൾക്കാർ വന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിനെ ഒന്ന് വറുത്തെടുക്കട്ടെ, എന്നിട്ട് അടുത്തത് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നല്ലവണ്ണം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് ഞാൻ വറക്കുന്നത്. ഈ ഉഴുന്നും പരിപ്പും ഈ മുളകും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് വറുത്തെടുക്കാവേ. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറുത്തെടുക്കാം. ഇതാ പരിപ്പും ഉഴുന്നുമൊക്കെ ഇച്ചിരി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മാറ്റി പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്നും ആയിട്ടില്ല, ഒരു 1/4 ഭാഗം ഇങ്ങനെ മൂത്ത് വന്നിട്ടേ ഉള്ളൂ. ഇത് നല്ലവണ്ണം കുറച്ച് നേരം ഒരു 10-15-20 മിനിറ്റോളം വറുത്താലേ ഇത് നല്ലവണ്ണം മൂത്ത് കിട്ടത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്, ഹൈയിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലവണ്ണം ആകമൊക്കെ നല്ലവണ്ണം മൂത്ത് വേണം വരെയെങ്കിൽ മാത്രമേ ഈ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മൂക്കട്ടെ. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ്ടോ കളറൊക്കെ മാറിയതുണ്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയി വറുത്ത് തുടങ്ങിയിട്ട്. ഇത് ഇനി ഒരു 4-5 മിനിറ്റും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല ബ്രൗൺ നിറമാവും, നല്ല മൂത്ത് കിട്ടും. മുളകൊക്കെ നല്ല കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വറുത്താൽ ഇത് നമുക്ക് വറുത്ത് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപ്പും ഉഴുന്നും മുളകും എല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോവേ. ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. ഇത് വറുത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് അതേ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വേണമെങ്കിൽ ഓവനിലൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഓവനിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ കൈകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇത്തിരി സമയം എടുത്ത് വറുത്തെടുത്താൽ അത് ഭയങ്കര ടേസ്റ്റും മാസങ്ങളോളം അത് ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചീനിച്ചട്ടിയിൽ തന്നെ ഞാനൊന്ന് തേങ്ങ കൂടെ ഒന്ന് വറക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു 4 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 4 ചിരകിയിട്ടില്ല, ഇതിപ്പോൾ 3 ആയുള്ളൂ, ഒന്നുകൂടെ ചിരകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ചിട്ട് വറക്കാൻ പറ്റത്തില്ല, ഒരു 2-3 പ്രാവശ്യമായിട്ട് വറക്കാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ചിട്ട് വറുത്താൽ പിന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി ജോലിയുള്ളതാണ് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ. നമ്മൾ പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്നതല്ല, ഇച്ചിരി ജോലിയുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിതൊന്ന് തേങ്ങ ഒന്ന് വറക്കട്ടെ. ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പുളിയും കൂടെ, ഇച്ചിരി കൂടുതൽ പുളിയും കൂടെ ഇട്ട് വേണം വറുത്തെടുക്കാം. പുളിയും നല്ലവണ്ണം വറുത്ത് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് തേങ്ങ, ഇതിൻ്റെ ഒരു 1/2 തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. അടുത്ത തേങ്ങ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ വറക്കുമ്പോൾ നമുക്ക് എണ്ണയോ ഒന്നും ചേർക്കേണ്ട, കാരണം തേങ്ങയിൽ തന്നെ എണ്ണ ഉള്ളതുകൊണ്ട് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ ചേർത്ത് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി പൊടിക്കുമ്പം ഇങ്ങനെ ഉരുണ്ട് പോകും. അതുകൊണ്ട് നല്ല തുറുതുറ ചമ്മന്തിപ്പൊടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് വറുത്ത് വരട്ടെ. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, തേങ്ങ ജസ്റ്റ് ഒന്ന് വാടി വന്നതേ ഉള്ളൂ. ഇച്ചിരി തേങ്ങ വറക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടിയിലൊന്നും പിടിക്കാതെ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ മാറ്റാതെ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ചമ്മന്തിപ്പൊടിക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കൈ ഇങ്ങനെ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു 15 മിനിറ്റ് കൂടെയൊക്കെ കഴിയുമ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് തേങ്ങ ഓക്കെ ആവും. ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഒരു സ്റ്റെപ്പ് തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഒരു കറക്റ്റ് 25 മിനിറ്റ് എടുത്തു ഇത്രയും തേങ്ങ വറുത്തെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നിങ്ങളും ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ലോ ഫ്ലെയിമിൽ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് തട്ടി മാറ്റിയിട്ട് ആ ചീനിച്ചട്ടി ഒന്ന് നല്ലവണ്ണം കഴുകിയതിന് ശേഷം വേണം അടുത്തത് തട്ടാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ കരിഞ്ഞിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലിടുന്ന തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നങ്ങോട്ട് മാറ്റാവേ. ഒരു സ്റ്റെപ്പൊക്കെ മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇനി വറക്കാൻ പോവുകയാണ്. അതിന് ആ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് പുളി, വാളം പുളി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചിടണമെങ്കിൽ എല്ലായിടവും ഈ തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഈ പുളി വന്നിട്ട് ഒന്ന് മിക്സായി വരത്തുള്ളൂ. എന്നിട്ട് വേണം ഇനി തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇത്രയും പുളിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടുത്ത സ്റ്റെപ്പ് വറക്കാവേ. ഒരു സ്റ്റെപ്പ് തേങ്ങയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഏകദേശം ഒരു 1/2 ഭാഗം മൂപ്പ് ആയിട്ടുണ്ട്. ഇതും കൂടെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടെയൊക്കെ കഴിയുമ്പോൾ ഇതും ഓക്കെ ആവും. അപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ.
ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പും തേങ്ങയെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പുളിയും കൂടെ ഇട്ടത് കൊണ്ടാണ് ഈ ഒരു നിറവ്യത്യാസം വന്നത്. ഇനിയിപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ തേങ്ങ അങ്ങോട്ട് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം റെഡിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പരിപ്പും ഉഴുന്നും എല്ലാം കൂടെ ഉള്ള ആ മിക്സിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ. ആ പരിപ്പും ഉഴുന്നും മുളകും എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അല്പം തീരെ പൗഡർ പോലെ ആക്കണ്ട, ചെറിയ തരിതരിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ച് ഇതിലോട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാവേ. ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് ഇടുവാണേ. ഇതിൻ്റെ കൂടെ തന്നെ ഇത്രയും കായപ്പൊടി ഒന്ന് ചേർത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പൊടിച്ച് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർക്കാവേ. ഇനി അടുത്ത് ഈ തേങ്ങ ഒന്ന് സ്റ്റെപ്പായിട്ട് പൊടിച്ചെടുത്ത് 1-2 പ്രാവശ്യം പറ്റില്ല, കാരണം കൂടുതലുള്ളത് കൊണ്ട് 2-3 പ്രാവശ്യം പൊടിച്ചിടേണ്ടി വരും. ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. തീരെ ഇതുപോലെ മഷി പോലെ പൊടിയണ്ട, ഇച്ചിരി ഒരു തരിതരിപ്പ് തേങ്ങയ്ക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതങ്ങനെ 2 സ്റ്റെപ്പ് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി 1 സ്റ്റെപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇതിൽ കായവും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതും കൂടെ ഒന്ന് പൊടിച്ചിടട്ടെ. അങ്ങനെ ചമ്മന്തിപ്പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഒന്ന് മിക്സ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഓർഡർ കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ബോക്സും എല്ലാം ബോട്ടിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കോരി ഒന്ന് ബോട്ടിലാക്കി കൊടുത്തയക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ നല്ല കായപ്പൊടിയും ഉപ്പും ഒക്കെ നല്ല ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിൽ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 4 തേങ്ങ ചെയ്തതാണ്. ഇത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയും. അപ്പോൾ ചമ്മന്തിക്കും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് മാക്സിമം 2 ബോട്ടിൽ ചമ്മന്തിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് തേങ്ങ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.